ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയുടെ വഴികളിൽ നിന്ന് നന്മയിലേക്ക് അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിന് നന്ദി പറയുന്നു. തുടർന്നുള്ള ഈ വചനധ്യാനത്തിലൂടെ നന്മ എന്തെന്ന് തിരിച്ചറിയുവാനും നന്മയിലൂടെ മുന്നേറുവാനും തിന്മയുടെ സ്വാധീന ശക്തികളിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനം ശ്രവിക്കുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അത്ഭുതകരമായ വിടുതലും സൗഖ്യവും ഈ തിരുവചനത്തിലൂടെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 23-32 മുതലുള്ള തിരുവചനങ്ങൾ. കുറ്റവാളികളായ മറ്റ് 2 പേരെയും കൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു നോമ്പിൻ്റെ ചൈതന്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു അഭിഷേകത്തിൻ്റെ വഴിയിലൂടെയുള്ള ഒരു സഞ്ചാരത്തിൽ ഇന്ന് തിരുവചന ഭാഗം നമ്മളുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നം പോലെ ഉയർത്തുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: നീ നന്മ ചെയ്ത് മുന്നേറുന്ന വ്യക്തിയാണോ അതോ തിന്മയിലേക്ക് ചായ്വുള്ള മനുഷ്യനാണോ എന്നുള്ളത്. ഓരോ നോമ്പ് കാലഘട്ടത്തിലും നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണിത്: എൻ്റെ ജീവിതം നന്മയിലേക്കാണോ നീണ്ടുകൊണ്ടിരിക്കുന്നത് അതോ തിന്മയിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ അറിവുകളുമൊക്കെ തിന്മ വ്യാപരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും സംവിധാനങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. സാമൂഹിക, രാഷ്ട്രീയ, മതമേഖലകളിൽ പോലും തിന്മയുടെ സ്വാധീനങ്ങൾ നിറയുന്നത് പോലെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദ മൊസൈക്ക് ലോ പോലെ, പഴയ നിയമത്തിൻ്റെ ചില നിയമങ്ങൾ പോലെ പല്ലിന് പകരം പല്ല് എന്നും കണ്ണിന് പകരം കണ്ണ് എന്നുമൊക്കെയുള്ള ദ ബ്രൂട്ടലായ, മൃഗീയമായ ഒരു തരം സ്യൂഡോ ഫിലോസഫിയും സ്യൂഡോ തിയോളജിയും ഒക്കെ അരങ്ങേറുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ വർഷത്തെ നോമ്പ് അതിൻ്റെ ചൈതന്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുമുറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ഈ തിരുവചനത്തെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ നന്മ ചെയ്യുന്നുണ്ടോ? നിനക്കെതിരെ തിന്മ ചെയ്യുന്നവരോടും നീ നന്മ ചെയ്യുന്നുണ്ടോ എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രസക്തി. നമുക്കറിയാം, നന്മ ചെയ്യണം എന്നതാണ് ലോകം മുഴുവൻ നമ്മളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് മതഗ്രന്ഥമാവട്ടെ, ഏത് രാഷ്ട്രീയ മീമാംസയാവട്ടെ, നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡു ഗുഡ് ആൻഡ് അവോയ്ഡ് ഈവിൾ എന്നതിനെക്കുറിച്ചാണ്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ, മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് പോലും അങ്ങനെ ഒരു ടൈം വെച്ചിട്ടാണ്. നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു നോമ്പ് കാലത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതിനെക്കൊണ്ടൊന്ന് അല്പം കൂടെ ഉയർച്ചയുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: നിനക്കെതിരെ തിന്മ ചെയ്യുമ്പോഴും അവർക്ക് നിനക്ക് നന്മ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ സുവിശേഷം. നീ നന്മ ചെയ്യുന്നുണ്ടോ എന്നതിൻ്റെ അളവ് ഇന്ന് രേഖപ്പെടുത്തുന്നത്, സ്വർഗം നിന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് ഇന്നത്തെ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയാണ്: നിനക്ക് തിന്മ ചെയ്യുന്നവർക്കെതിരെയും നിനക്കെതിരായി നിൽക്കുന്നവരെയും നിനക്ക് സ്നേഹിക്കാനും അവർക്ക് കൂടെ നന്മ ചെയ്യാനും പറ്റുമോ എന്നുള്ളതാണ്. ഇന്ന് ഒരു പുണ്യപ്രവൃത്തിക്ക് ആഗ്രഹിക്കുന്നവർ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് മനസ്സിൽ ഓർക്കുക: നിനക്കെതിരായിട്ട് തിന്മ പ്രവർത്തിച്ചവരുടെ മുൻപിലാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീന ശക്തികളും അതല്ലെങ്കിൽ നന്മയില്ലാത്ത ഒരു ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ നീ വഴിയായിട്ട് മറ്റുള്ളവർക്ക് നന്മയും സ്നേഹവും കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ നോമ്പിൽ നമ്മൾ ആലോചിച്ച് തീരുമാനത്തിലെത്തേണ്ടത്. തിരുവചനത്തിൽ പരിശോധിക്കുമ്പോൾ 3-4 കഥാപാത്രങ്ങളെ മാത്രം ഓർത്ത് ഈ തിരുവചന ധ്യാനം അവസാനിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. അതായത്, തിന്മ ചെയ്തിട്ടും തനിക്കെതിരെ ശക്തമായ രീതിയിൽ തിന്മ ചെയ്തിട്ടും ആ വ്യക്തികൾക്കെതിരെ തിന്മ ചെയ്യാതെ അവരെ നന്മയിലേക്ക് നയിച്ച് ദൈവത്തിൻ്റെ മക്കളായ ചില മനുഷ്യരെയാണ് നമ്മൾ ഇന്ന് തിരുവചനത്തിൽ പരിചയപ്പെടുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ദാവീദ് രാജാവ് തന്നെയാണ്.
നമ്മൾ ഇന്ന് ഓർക്കുന്നത് ഇങ്ങനെയാണ്, തനിക്കെതിരെ തിന്മ ചെയ്ത ഒരു മനുഷ്യൻ്റെ അടുത്ത് എത്ര സ്നേഹത്തോടു കൂടെയാണ് ദാവീദ് പെരുമാറുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ദാവീദിന് ഇത്രയും സുന്ദരമായ കീർത്തനങ്ങളും, അതല്ലെങ്കിൽ ലോകം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ ദാവീദ് രാജാവിനെയും അവൻ്റെ കീർത്തനങ്ങളും ഒക്കെ ഓർത്തിരിക്കാൻ കാരണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ദാവീദിൽ വന്നു പതിഞ്ഞത് തൻ്റെ ശത്രുവിനെ കൂടെ അവനെ നന്മയായിട്ട് ചെയ്യാനുള്ളൊരു പരിശ്രമം ദാവീദ് നടത്തി എന്നുള്ളതാണ്. അത് തിരുവചനത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ 1 സാമുവേൽ 24-ാം അധ്യായം 17-ാം തിരുവചനത്തിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കാണുന്നത്. അത് ആ പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഫിലിസ്തീനെയൊക്കെ തുരത്തിയതിന് ശേഷം മടങ്ങി വന്ന ദാവീദ്, ഇത് തിരിച്ചറിയുന്ന സാവൂള് ദാവീദിനെ വധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ദാവീദിനെ എങ്ങനെ നശിപ്പിക്കാം എന്നതായിരുന്നു സാവൂളിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന്. സാവൂളിൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം പോലും ദാവീദിനെ തകർക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ദാവീദിന് ഒരു നല്ല ഒരു ചാൻസ് കിട്ടുന്നത്. ശത്രുവായ അല്ലെങ്കിൽ സാവൂൾ എന്ന് പറയുന്ന അവനെ കൊല്ലാനും അവനെ തറങ്കലടയ്ക്കാനും ഒക്കെയുള്ള ദ ഗോൾഡൻ ചാൻസ് പോലെയുള്ള ഒരു ചാൻസ് ദാവീദിന് വന്നുപെടുന്നത് അത്തരം ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ ദാവീദിൻ്റെ അനുചരന്മാരും കൂട്ടത്തിലുള്ളവരും പറയുന്നുണ്ട്, ദാവീദ്, ഇറ്റ് ഈസ് എ ബെറ്റർ ടൈം, ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടൈം. ബെറ്ററിനേക്കാൾ ഉപരിയായിട്ട് ഇത് ബെസ്റ്റ് ടൈമാണ്. നമുക്ക് അവനെതിരെ തിരിഞ്ഞ് അവനെ നശിപ്പിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ സാവൂളിനെ വേണമെങ്കിൽ ദാവീദിന് നിഷ്പ്രയാസം നശിപ്പിക്കാമായിരുന്നു എന്നാണ് തിരുവചന പശ്ചാത്തലം. പക്ഷെ നമ്മൾ ആ ഭാഗം ഈ നോമ്പ് കാലത്ത് ധ്യാനപൂർവ്വം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവണ കാര്യം ഇങ്ങനെയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള തിരുവചനത്തിൽ സാവൂളിൻ്റെ അടുത്ത് ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: സാവൂളെ, നിന്നെ നശിപ്പിക്കാൻ ഞാൻ ആരുമല്ല. നീ എന്നെ വേദനിപ്പിച്ചാലും നിന്നോട് എനിക്ക് വേദനിപ്പിക്കാനോ നിന്നെ നശിപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് ദാവീദ് സാവൂളിനെ തോൽപ്പിക്കാതെ അവനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ ആ പഴയ നിയമത്തിൻ്റെ ഒരു നല്ല ചൈതന്യമായിട്ട് കാണുന്നത്. ഈ സാവൂൾ അവസാനം ദാവീദിൻ്റെ മുൻപിൽ കാൽക്കൽ വീഴുന്ന പോലെ നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് ആ തിരുവചന ഭാഗമൊക്കെ അവസാനിച്ചു പോകുന്നത്. ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള ശാലോം TV പ്രേക്ഷകരുടെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. നമുക്ക് മുൻപിലൊക്കെ ഒത്തിരി പേര് നമ്മളെ വേദനിപ്പിച്ചവരൊക്കെ ഉണ്ട്. കൺവെട്ടത് തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ അയൽപ്പക്കങ്ങളിലൊക്കെ ഉള്ളവർ, അവരെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതാണ് ഈ നോമ്പിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം. അവരെ നിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ നിനക്ക് തകർക്കാനുള്ള സാധ്യതകളുടെ സമയത്ത് നീ അവരുടെ ആ തകർക്കുന്നതിന് പകരമായിട്ട് അവരെ ഉയർത്തുന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞോ, ഈ നോമ്പുകാലം നിനക്ക് അഭിഷേകത്തിൻ്റെ നോമ്പുകാലമാണ്. നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ദാവീദിന് ലഭിച്ചതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു അത്ഭുതത്തിൻ്റെ അനുഭവമാണ് സത്യമായിട്ടും ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ലഭിക്കാനിരിക്കുന്നത്. പക്ഷെ സങ്കടം എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന രീതിയിൽ, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ മനസ്സ് മാറുന്നു, മരവിച്ചു പോകുന്നു എന്നതാണ് സത്യം. ഒരാൾക്ക് അപകടം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന മനസ്സായിട്ട് നമ്മുടെ മനസ്സ് മാറുക. ഇനിയാണെങ്കിൽ ഈ ദാവീദ് നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം. ഈ സാവൂൾ നമ്മുടെ മുൻപിൽ നിൽക്കണം. സാവൂളിനെ പോലെയുള്ളവർ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്നെ വേദനിപ്പിച്ചവരുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമെന്നാണ് ഈ സുവിശേഷത്തിൻ്റെ നിനക്കെതിരെ തിന്മ ചെയ്യുന്നവരെയും നിനക്ക് നന്മ കൊണ്ട് കീഴടക്കാൻ പറ്റൂ എന്നുള്ളത്. എൻ്റെ രണ്ടാമത്തെ ഒരു കഥാപാത്രം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളത് അത് ആ പൂർവ്വ യൗസേപ്പ് പിതാവ് തന്നെയാണ്. ജോസഫിനെ സ്വന്തം ചേട്ടന്മാർ കൊണ്ടുപോയിട്ട് തകർക്കുന്നതിൻ്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. പൊട്ടക്കിണറിൽ കൊണ്ടുപോയി ഇടുന്നു, നീ ഒരു കാലത്ത് നന്നാവരുത് എന്ന് പറഞ്ഞിട്ട് ജോസഫിനെ അത്രമേൽ വേദനിപ്പിച്ച ചേട്ടന്മാരെ കുറിച്ചൊക്കെയാണ് ആ ഒരു ഭാഗമൊക്കെ പറയുന്നത്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 45-ന്റെ ആ ഒരു നല്ല ഭാഗം വായിച്ചു കഴിഞ്ഞാൽ കാണുന്നത് ഇങ്ങനെയാണ്. അവസാനം സംഭവിക്കുന്ന കാര്യം, ജോസഫ് ഒരു നാള് വിജയത്തിൻ്റെ പക്കത്തിലേക്ക് എത്തുക. കാരണം നന്മ ചെയ്തവരെ ദൈവം ഉയർത്തുന്നതിൻ്റെ കാഴ്ചകളാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ. ജോസഫ് നന്മ ചെയ്തു, മറ്റുള്ളവർക്കെതിരെ തിരിഞ്ഞില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ജോസഫിന് അടിക്കടി ഉയർച്ച ഉണ്ടാകുന്ന ഉയർച്ച എന്താ? അവൻ്റെ ജീവിതം സമൃദ്ധമായിട്ട് തീരുക. നാട്ടിൽ മുഴുവൻ ക്ഷാമം ഉണ്ടാവുമ്പോഴും, നാട്ടിൽ മുഴുവൻ കൊടിയ ഭീകരതയിലൂടെ കടന്നു പോകുമ്പോഴും ജോസഫ് സമൃദ്ധിയുടെ മേൽ സമൃദ്ധി അനുഭവിച്ചിരുന്നു. അവൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഒരു നീർച്ചാല് എപ്പോഴും ഒഴുകിയിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്.
അവൻ്റെ മരണം പോലും അഭിഷേകത്തോടു കൂടിയുള്ള മരണമായിരുന്നു എന്നാണ് ജോസഫിനെ കുറിച്ച് പഴയ നിയമത്തിൻ്റെ സൂചനകളുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജോസഫിന് ഇത്രയും കൃപ കിട്ടാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ബൈബിള് നമുക്ക് നൽകുന്ന ഒരു നല്ല വ്യാഖ്യാനം ഇപ്രകാരമാണ്. ബൈബിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ജോസഫ് തനിക്കെതിരെ തിരിഞ്ഞവനെ പോലും നന്മ കൊടുത്ത് അവനെ സ്നേഹത്തോടുകൂടെ സ്വന്തമാക്കി എന്നുള്ളതാണ്. തനിക്കെതിരെ തിരിഞ്ഞവരായിരുന്നു ഈ പറയുന്ന ജ്യേഷ്ഠന്മാരെല്ലാവരും. ഒരു ദിവസം നമ്മൾ ആ നല്ലൊരു ഭാഗം പോലെ ഒന്ന് ഒരു അല്പം നാടകീയമായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ജോസഫ് ഒരു രാജാവിനെ പോലെ അവിടെയുള്ള സാധാരണ മനുഷ്യർക്ക് അന്നം കൊടുക്കുന്ന രീതിയിൽ വേണ്ടത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ജോസഫിനെ വേദനിപ്പിച്ച സഹോദരന്മാർ മുൻപിലേക്ക് വരുന്നത്. സഹോദരന്മാർക്ക് മനസ്സിലായിട്ടില്ല താൻ തള്ളിക്കളഞ്ഞ ഞങ്ങൾ തട്ടിയിട്ട ജോസഫ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാവണില്ല. പക്ഷെ ജോസഫിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റി. ആ കാണുന്നത് എന്നെ തട്ടിയിട്ട, എന്നെ വേദനിപ്പിച്ച, എന്നെ മുറിപ്പെടുത്തിയ, മരണത്തോളം എന്നെ നയിച്ച എൻ്റെ സഹോദരന്മാരാണ് എൻ്റെ മുൻപിൽ കൈനീട്ടി നിൽക്കുന്നത് എന്ന് ജോസഫിന് മനസ്സിലായി. അപ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ആണെങ്കിൽ മാനുഷികമായിട്ട് എന്താ ചെയ്യുക? ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മൾ പറയും, അതെ എന്നെ വേദനിപ്പിച്ചതല്ലേ, എൻ്റെ മുമ്പിൽ നിന്നൊന്നും മാറിപ്പോവോ, നിന്റെ സാന്നിധ്യം എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? പക്ഷെ നമ്മൾ ഈ ഒരു ജോസഫിൻ്റെ ഭാഗം വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവനവർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടല്ല സ്നേഹമുള്ളവർ ആ തിരുവചന ഭാഗം തീരുന്നത്. കൊടുക്കുന്ന തിരുവചനത്തിൻ്റെ ചൈതന്യമായിട്ട് പറയണത് ഇങ്ങനെയാണ്: ജോസഫ് അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അവർക്ക് ഒരു ഭാണ്ഡം കൊടുക്കുന്നതിന് പകരം 2 ഭാണ്ഡം അല്ലെങ്കിൽ 2 ചാക്ക് അരി കൊടുത്ത് അവരെ നിറയ്ക്കുകയാണ്. തീർന്നില്ല. അതിനുശേഷം അവരിങ്ങനെ കെട്ടിപ്പിടിച്ചു എന്നാണ് പറയണേ. കറക്റ്റ് തിരുവചനം പറയുന്നത് എങ്ങനെയാ? അവൻ തൻ്റെ സഹോദരരെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു. സ്നേഹിതരെ, ആ ഒരു വാചകം ഒന്ന് മനസ്സിലൊന്ന് ഈ ഒരു നോമ്പ് കാലത്ത് ധ്യാനിച്ചേ. കുറേ ഉപവാസത്തിൻ്റെയും കുറേ പ്രാർത്ഥനയുടെയും ഒക്കെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വരി കൂടെ നമുക്കൊന്ന് ചേർത്തെടുക്കാൻ പറ്റുമോ? അവരെ ഒന്ന് സ്നേഹത്തോടെ ചുംബിക്കാനും ചേർത്ത് പിടിക്കാനും ജോസഫിന് സാധിച്ചു. സ്വന്തം ചേട്ടന്മാര് തന്നെ വേദനിപ്പിച്ചപ്പോഴും. ജോസഫിന് കിട്ടുന്ന മകനിടുന്ന പേര് നമുക്കറിയില്ലേ? മനാസെ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മനാസെ? മനാസെ മീൻസ് ഞാൻ എല്ലാം മറക്കുന്നു, എല്ലാം മറക്കുക. എൻ്റെ ഈ മോനെ കാണുമ്പോൾ, എൻ്റെ ഈ പൊന്നോമലിനെ കാണുമ്പോൾ എന്നെ വേദനിപ്പിച്ചവരുടെ ഒന്നും എനിക്കില്ല. അവരെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്കവരെ കെട്ടിപ്പിടിക്കണം, അവരെ ചുംബിക്കണം എന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ആയിരുന്നു ജോസഫിൻ്റെ അഭിഷേകത്തിൻ്റെ മേല് അഭിഷേകം നിറച്ച്. വചനം കേട്ടുകൊണ്ടിരിക്കണം, ആലോചിച്ചേ. എത്ര പേര് നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് സ്നേഹമുള്ളവരെ? നമ്മുടെ വാക്ക് വഴിയും നമ്മുടെ പ്രവൃത്തി വഴിയും നമ്മുടെ നോട്ടം വഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ വഴിയും നമ്മൾ അല്പം ഒന്ന് ഉയരാനൊക്കെ വേണ്ടിയിട്ട് എത്ര പേരെ നമ്മൾ തകർത്തിട്ടിട്ടുണ്ട്. എത്ര പേര് ഉണരരുത് എന്ന് പറഞ്ഞിട്ട് കെടുക്കുന്നുണ്ടെന്ന് ആലോചിച്ച്. ഒരൊറ്റ കൈസഹായം ഉണ്ടായ എത്ര പേര് രക്ഷപ്പെട്ടെന്നറിയോ? എത്ര പേര് ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് വന്നേനെ. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ ഇവരെ ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ കടന്നു പോകണില്ലേ? ഈ ഒരു തിരുവചനം നമ്മളുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നം പോലെ ശക്തമായിട്ട് നമ്മുടെ മുൻപിൽ ഹോസിയ പ്രവാചകനൊക്കെ പറയുന്നത് പോലെ നിന്റെ ഹൃദയമാണ് കീറണ്ടേ. ഈ നോമ്പ് കാലത്ത് വ്യാപരിക്കുന്ന എല്ലാ ദൈവജനത്തിൻ്റെ അടുത്തും ക്രിസ്തുവിനൊന്നേ പറയാനുള്ളൂ. ഈ ജോസഫിനെ സാക്ഷി നിർത്തിയിട്ട്, പൂർവ്വ ജോസഫിനെ സാക്ഷി നിർത്തിയിട്ട് പറയുന്ന വാചകം എങ്ങനെയാണ്? നിന്നെ വേദനിപ്പിച്ചവരെ നിനക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റുമോ? നിന്നെ വേദനിപ്പിച്ചവരെ നിനക്ക് അനുഗ്രഹിക്കാൻ പറ്റുമോ? അങ്ങനെ നീ അനുഗ്രഹിക്കുന്ന സമയത്ത് അത്ഭുതങ്ങളുടെ പെരുമഴക്കാലമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുക, ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് കാൽക്കൽ വീണുള്ള ഒരു ശുശ്രൂഷ നടത്തുക. ഒരു 1500-ലധികം പേര് ആ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ 2-3 ദിവസം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആരാധന കഴിഞ്ഞിട്ടും ഒരു അത്ഭുതത്തിന് പോലും ഞങ്ങൾ സാക്ഷിയാവുന്നില്ല. അപ്പോൾ വചനം എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് ഇങ്ങനെ കാണിച്ചു തന്നു, ഈ കൂട്ടത്തിലുള്ളവർ കുറേ പേര് ഇപ്പോഴും തങ്ങളെ വേദനിപ്പിച്ചവരെ ഓർത്ത് ദുഃഖിച്ച് കഴിയുന്നവരാ. അവരെ ഫേസ് ചെയ്യാൻ പറ്റാതെ മാറിപ്പോകുന്നവര്, അല്ലെങ്കിൽ അവർക്കെതിരെ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നവരാ എന്നിങ്ങനെ കാണിക്കുക. 3-ാമത്തെ ദിവസം ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിൽ ഞങ്ങളുടെ ധ്യാനം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് പറഞ്ഞു, നമുക്ക് ഇന്ന് വേറെ ഒരു ശുശ്രൂഷയും ഇല്ല, വലിയ വലിയ വചനപ്രഘോഷണങ്ങളൊന്നുമില്ല, ചെയ്യേണ്ട ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, വേദനിപ്പിച്ച വ്യക്തിനെ ഒന്ന് ഓർക്കുക, അവരെ ബോധപൂർവം അനുഗ്രഹിക്കുക. ഈശോയെ നീ കരം നീട്ടി എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ശുശ്രൂഷ മാത്രം ചെയ്യാന്ന് പറയുക.
ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂർ, 6 മണി മുതൽ സ്നേഹമുള്ളവര് രാത്രി 9 മണി വരെ ഈ ഒരു കാര്യം മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളൂ. 9 മണിക്ക് ദിവ്യകാരുണ്യ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന തുടങ്ങുക. ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പരസ്പരം ഇങ്ങനെ കാൽക്കൽ വീഴാം. എന്നിട്ട് വേദനിപ്പിച്ചവരെ ഒന്ന് ക്ഷമിച്ച് അവരിങ്ങനെ ചേർത്ത് പിടിച്ച് അവരുടെ നെറ്റിത്തടത്തിൽ അതാരും ആവട്ടെ എന്ന് പറഞ്ഞ് ഒരു ശുശ്രൂഷ ചെയ്യുക. അപ്പച്ചന്മാര് തങ്ങൾക്ക് പരിചയമുള്ള തൊട്ടടുത്ത് നിൽക്കുന്നവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചും അത്രയും കാൽക്കൽ വീണും മാപ്പ് പറഞ്ഞും ഇങ്ങനെ ഒരു ഏറ്റവും നല്ല അനുതാപത്തിൻ്റെ കുളം പോലെയായിട്ട് ആ ദേവാലയം ഇങ്ങനെ മാറുക. നിങ്ങൾക്കറിയോ സ്നേഹമുള്ളവര്, ആ ആരാധന തുടങ്ങി 15 മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറന്നിറങ്ങണത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അത് എത്രത്തോളം അഭിഷേകം, എത്രത്തോളം അത്ഭുതം എന്നുള്ളത് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അത്ഭുതങ്ങൾ ആ ദേവാലയത്തിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അതിൻ്റെ കാരണമായിട്ട് കർത്താവ് എനിക്ക് തിരുവചനത്തിലൂടെ കാണിച്ചു തന്നത് ഇങ്ങനെയാണ്: ഈ പറയുന്ന വ്യക്തികളെ, വേദനിപ്പിച്ച വ്യക്തികളെ അനുഗ്രഹിച്ചപ്പോൾ ഞാൻ എൻ്റെ ശക്തി കൊണ്ട് അവരെ അനുഗ്രഹിച്ചു. പിതാവായ ദൈവം പറയണതൊക്കെ അങ്ങനെയല്ലേ? നിന്നെ വേദനിപ്പിച്ചവരെയും നിനക്ക് അനുഗ്രഹിക്കാൻ പറ്റുമോ എന്നുള്ളത് ഈ ഒരു സുവിശേഷമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തിരുവചന ധ്യാനത്തിലൂടെ കടന്നു പോകുന്നവര് ഇന്ന് ഈശോയുടെ മുൻപിലിരുന്ന് ഒരുപക്ഷെ ഇനിയുള്ള വചനം പോലും നിങ്ങൾ കേൾക്കണമെന്നില്ല. കേട്ട വചനത്തിൻ്റെ ഒരു അംശം മാത്രം ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ, ഞാൻ എൻ്റെ ശത്രുവിനെ സ്നേഹപൂർവ്വം അനുഗ്രഹിക്കും, ഈ ജോസഫിനെ പോലെ. ഞാൻ എന്നെ വെറുക്കുന്ന വ്യക്തി എൻ്റെ ഒരുപക്ഷെ ജീവിത പങ്കാളിയാവാം, എൻ്റെ മക്കളാവാം, എന്നെ വേദനിപ്പിച്ച, എൻ്റെ ശരീരത്തെ നശിപ്പിച്ച വ്യക്തികളായിരിക്കാം. ഒരല്പം ഒരു തെറ്റ് ചെയ്യുന്നവരെ പോലും ക്ഷമിക്കാനുള്ള മനസ്സ് സ്നേഹമുള്ളവരെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും ആ ജംഗിൾ റൂൾസിൽ നിന്ന് ഒന്ന് ട്വിസ്റ്റ് വരുത്താനായിട്ട് ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മൾ തീർന്നുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഈ ഒരു നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഓർക്കണം, ഞാൻ ആർക്കൊക്കെയാ ക്ഷമ കൊടുക്കാതെ അല്ലെങ്കിൽ ക്ഷമിക്കാതെ അല്ലെങ്കിൽ അവർക്കൊരു നന്മ കൊടുക്കാതെ ജീവിക്കുന്നത്. കർത്താവ് പറയുന്ന കാര്യം എങ്ങനെയാ? അവരെ വെറുതെ ക്ഷമിക്കും മാത്രമല്ല, അവർക്കെതിരെ പറഞ്ഞവർക്കെതിരെ അവരുടെ ആ ഒരു പ്രസ്താവന പിൻവലിക്കാൻ മാത്രമല്ല കർത്താവ് പറയണേ, എന്നിട്ട് അവരെങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് പറയാ. അത് കൂടെ എനിക്ക് പറ്റണം. അതാ ഈ 2 മൈൽ ദൂരം സഞ്ചരിക്കുന്നതിൻ്റെ ആത്മീയത. പക്ഷെ പറഞ്ഞില്ലേ, 1 മൈൽ ദൂരം നടക്കാൻ പറയുന്നതുകൊണ്ട് കൂടെ 1 മൈൽ നടന്ന സ്പിരിച്വാലിറ്റി അല്ല. 1 മൈൽ നടക്കാൻ പറയുന്നവൻ്റെ കൂടെ 2 മൈൽ നടക്കുന്നതാണ് ദി ട്രൂ സ്പിരിച്വാലിറ്റി. അതായത് നിന്നെ വേദനിപ്പിക്കുന്നവരുടെ അടുത്ത് ഇനി വേദനയില്ല എന്ന് പറഞ്ഞത് സോൾവ് ചെയ്യണ പ്രോസസ്സ് അല്ല ഇത്. അതങ്ങനെ വേദനയില്ല എന്ന് പറഞ്ഞിട്ട് അവനെങ്ങനെ കൈകോർത്ത് പിടിച്ച് അവൻ്റെ കൂടെ മരണം വരെ അനുധാവനം ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് സ്നേഹമുള്ളവരെ സ്പിരിച്വാലിറ്റി. അതാണ് ഈ നോമ്പ്. അതല്ലേ ആ കരിക്കുറിയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മളോട് പറയണത് എന്താ? നിന്റെ ഇഷ്ടങ്ങൾക്കുമേല് നീ തീർക്കുന്ന കുരിശടയാളം. നിനക്ക് ഇഷ്ടമുണ്ട് കുറേ കാര്യങ്ങൾക്ക്. നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഒക്കെ പല കാര്യങ്ങൾക്ക് ഉള്ളതാ, അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാനൊക്കെയുള്ള ഓൾ റൈറ്റ് നമുക്കുണ്ട്. എന്നിട്ടും തിരുവചനം നമ്മുടെ അടുത്ത് പറയാ, വേണ്ടെന്നേ, വേണ്ട, അതിൻ്റെ മേല് കുരിശ് വരയ്ക്കുന്നേ. നിനക്കെതിരായിട്ടൊരു കാര്യം പറയാനായിട്ട്, മറ്റുള്ളവർക്കെതിരെ പറയാനായിട്ട് നിന്റെ നാവ് ചലിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കുരിശ് വരയ്ക്കാൻ പറ്റുമോ? എനിക്കൊരു വികാരിച്ചിന് ഒത്തിരി ഇഷ്ടമാണ്. അച്ഛനെ ഇഷ്ടമാവാനുള്ള കാരണം എങ്ങനെയാ? അച്ഛൻ ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലും മറ്റുള്ളവർക്കെതിരെ പറയാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇങ്ങനെ മനസ്സിലോ നാവിൻ തുമ്പിലോ വരുമ്പോൾ അച്ഛൻ പെട്ടെന്നൊന്ന് പിന്മാറും. അതിനുശേഷം അച്ഛൻ്റെ നാവിന് ഇങ്ങനെ കുരിശടയാളം വരയ്ക്കുന്നത് കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ മുഴുവൻ അവരെ കൺസോൾ ചെയ്യണ, അതല്ലെങ്കിൽ അച്ഛനെതിരെ പറഞ്ഞവരെ പോലും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ സുവിശേഷമൊക്കെയാണ്. നമുക്കിങ്ങനെ ഒരു തിരുവചനത്തിൽ ഇനിയും 1-2 കഥാപാത്രങ്ങൾ കൂടി ഒന്ന് പെട്ടെന്ന് ഓർക്കുക. അത് മോശ എന്ന് പറയുന്ന കഥാപാത്രമാണ്. മോശയ്ക്കെതിരെ വാക്ക് പറയണ 2 പേരെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട് സംഖ്യയുടെ പുസ്തകത്തിൽ. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ 1 മുതൽ ആ ഒരു 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ഈ ധ്യാന ദിവസങ്ങളിൽ ഈ ഒരു നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ വായിച്ചാൽ നല്ലതാണ്. ഒരു തെറ്റും ചെയ്യാത്ത മോശയ്ക്കെതിരെ മിരിയാമും അതുപോലെ തന്നെ അഹറോനും ഏറ്റവും കൂടുതൽ കുറ്റം പറയുക. 2 പേരും ഈ പറയുന്ന മോശയ്ക്കെതിരെ നാടുനീളെ പറയുന്ന രീതിയിൽ മിരിയാം ഏറ്റവും മോശമായിട്ട് ഈ മോശേനെ വിമർശിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും മോശയ്ക്ക് വേണമെങ്കിൽ തോന്നായിരുന്നു ഇവളുടെ ജീവിതത്തിൽ നാശം സംഭവിക്കട്ടെ എന്ന് പറയായിരുന്നു. പക്ഷെ സംഭവിക്കുന്ന ദുരന്തം എങ്ങനെയാണ്? 12-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനം എങ്ങനെയാണ്? കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിക്കുക. ആർക്കെതിരെയാ? മിരിയാമിനെതിരെയും അഹറോനെതിരെയും. അതിൽ മിരിയാമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയുന്നത്. അപ്പം മിരിയാമിൻ്റെ ജീവിതത്തിൽ ഒരു തിരുവചനത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ഇങ്ങനെയാണ്: അഹറോൻ മോശയോട് പറഞ്ഞു, ഞങ്ങൾ ബുദ്ധിഹീനരായതുകൊണ്ട് ഞങ്ങൾക്കിത് സംഭവിച്ചു എന്ന്. എന്താ സംഭവിച്ചതെന്നറിയോ? ഇവള് കുഷ്ഠരോഗിണിയായിട്ട് തീരുക.
ഒരു ദിവസം നോക്കുമ്പോൾ, രാവിലെ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. സുന്ദരിയായ മിരിയാമിൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ മുഴുവൻ ഇങ്ങനെ വെളുത്ത കുഷ്ഠം. തിരുവചനം എങ്ങനെയാണ്? കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തതായിട്ട് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മോശയ്ക്കാണെങ്കിൽ ചിരിക്കായിരുന്നു. കാരണം അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഒരു ചെറിയൊരു സന്തോഷമെങ്കിലും സൂക്ഷിക്കായിരുന്നു. തനിക്കെതിരെ പറഞ്ഞതിന് ദൈവം കൊടുത്ത ശിക്ഷയാന്നൊക്കെ വേണമെങ്കിൽ മോശയ്ക്ക് പറയായിരുന്നു. പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെയല്ല സ്നേഹമുള്ളവരെ. സംഭവിക്കുന്നത് മറിച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മോശയുടെ ചൈതന്യമാണ്. മോശ പറയണത് ഇങ്ങനെയാ. 12-ാം അധ്യായം 13-ാം തിരുവചനം ഓർത്ത ഈ ഒരു സുവിശേഷ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുക. 13-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: മോശ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ അപേക്ഷിക്കുന്നു, ദൈവമേ അവളെ സുഖപ്പെടുത്തണമേ. സ്നേഹമുള്ളവരെ, ഈ ഒരു വാക്ക് മാത്രം ഓർത്തേ. മിരിയാം മോശയ്ക്കെതിരെ സംസാരിച്ച സ്ത്രീയാ. ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന രീതിയിൽ പറഞ്ഞതാ. അവൾക്കൊരു കുഷ്ഠം വന്നപ്പോൾ പുറകിൽ പോയിരുന്ന് കൈയടിക്കാനല്ല മോശ ശ്രമിച്ചത്. പിന്നെയോ അവനിങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ അമ്മളുടെ ജീവിതം നീ എടുക്കണേ, അവളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സ്പിരിച്വാലിറ്റി. ഇതാണ് സ്നേഹമുള്ളവരെ ക്രിസ്ത്യൻ സ്പിരിറ്റ്. ഇനി നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്തെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലാൻ നിൽക്കുന്നവരുടെ അടുത്ത് ദൈവത്തിന്റെ പുത്രനായ സ്തെഫാനോസ് കൈനീട്ടിയിട്ട് പറയാ, എൻ്റെ ദൈവമേ ഇവരുടെ മേല് സങ്കടം വരുത്തല്ലേ. ക്രിസ്തുവിലേക്ക് വന്നേ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം വേറെ ഒന്നുമില്ല. ഈശോ പറയാ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. നമ്മൾ ഈ ഒരു നോമ്പിന്റെ ചൈതന്യത്തിലൂടെ കടന്നു പോകുന്ന ഈ നല്ല ദിനരാത്രങ്ങളിൽ ഓർക്കണം, വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ് നോമ്പിന്റെ ചൈതന്യം. അങ്ങനെ നീ എന്ന് ചിന്തിക്കുന്നു അന്ന് എന്നിലും നിന്നിലും ഉത്തിതൻ ഒരു പുതിയ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായും തീർക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.